ചേച്ചി പലചരക്ക് കടയിലെ സുലോചന പറഞ്ഞു ചേച്ചി പടവലത്തേക്ക് വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ, അതുകൊണ്ട് അവിടുത്തെ കുടുംബശ്രീന്ന് ഒഴിഞ്ഞു എന്ന്. ഓ, അവൾ എന്നെ പറ്റി കുറ്റം നാട് നീളെ പറഞ്ഞു നടക്കുവന്നു. അയ്യോ ചേച്ചി, കുറ്റം പറഞ്ഞല്ല, നല്ലതാ പറഞ്ഞത്. ഞങ്ങള് ഭവാനിയമ്മ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. ഞങ്ങളൊരു കുടുംബശ്രീ തുടങ്ങുന്നുണ്ട്, ചേച്ചിക്ക് അറിയാലോ, അതിൽ 10 പേര് വേണം. ഇപ്പൊ ഭവാനിയമ്മ ഇവിടെ ആയ സ്ഥിതിക്ക് അല്ല, ഭവാനിയമ്മ ഞങ്ങളുടെ കുടുംബശ്രീ ചേരണം. എനിക്കെങ്ങും വയ്യ. ഞാനേ എന്റെ കൊച്ചുമക്കളുടെ കൂടെ ഇവിടെ നിൽക്കുക. അല്ല, നിങ്ങളുടെ കുടുംബശ്രീക്ക് എന്ത് പറ്റി? സൗദാമിനി ഇപ്പൊ പുതിയതായിട്ട് വന്നാണല്ലോ. ഞങ്ങളുടെ കുടുംബശ്രീയിലാണെങ്കിൽ ആളും കൂടുതലാ. ഒരു നല്ല കാര്യത്തിനല്ലേ ഭവാനിയമ്മ കൂടെ നിൽക്കണം. എനിക്കെങ്ങും വയ്യ. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വഴക്കിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ വിട്. അങ്ങനെ ഞാനൊന്നും മനസ്സ് വെച്ചേക്കാറില്ല. എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപയാ മേടിച്ചോണ്ട് പോയ. എന്റെ കൊച്ച് അറിവില്ലാതൊരു വാർത്ത കൊടുത്തെന്നും പറഞ്ഞോണ്ട്. അമ്മ എന്നാച്ച്? ഇവരുടെ കുടുംബശ്രീയിൽ ആളില്ല, അതുകൊണ്ട് ആളിനെ തയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ചേർക്കാൻ വന്നതാ. அப்படின்னா நீங்க சேருங்கம்மா. நீங்க படவளத்தில் இருக்கிற குடும்பஸ்ரீல இருந்து மாறிட்டீங்கல்ல, அப்ப இங்க சேருங்க. ഓ, അതൊന്നും ശരിയാവത്തില്ലെന്നേ. എന്നാ പിന്നെ കൊച്ചുമക്കളോടൊന്ന് ചോദിക്കാവോ? അയ്യോ, കൊച്ചുമക്കൾക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലെന്നേ. ഞാൻ ചേർന്നാ മതിയോ കുടുംബശ്രീയില്? അയ്യോ, പാറുമൊക്കെ അതിനുള്ള പ്രായമൊന്നും ആയില്ല. ഭവാനിയമ്മ ഇല്ലാന്നുള്ള ഉറപ്പാണോ? ഉറപ്പാ, ഞാനില്ല. കഷ്ടമായല്ലോ. ഭവാനിയമ്മ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നേ. സൗദാമിനിക്ക് അറിയാവോ, ഈ ഭവാനിയമ്മ കാണുന്ന പോലെ ഒന്നും അല്ല. അങ്ങ് പടവലത്തെ കുടുംബശ്രീയിലെ ആള് ഭയങ്കര ആക്റ്റീവാ. അവിടെ എന്ത് പരിപാടി സംഘടിപ്പിക്കാനും ഭവാനിയമ്മ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യ. അവരെ കുടുംബശ്രീയുടെ ധൈര്യം തന്നെ ഭവാനിയമ്മയാന്ന് അവര് പറയുന്നേ. അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ചല്ല അന്വേഷിച്ചറിഞ്ഞു അല്ലേ? എന്റെ നാത്തൂൻ അവിടെയാ താമസം. നാത്തൂൻ അവിടെ എവിടെ താമസിക്കുന്നേ? പിറവത്ത്. അല്ല, ഞാൻ പാഴൂരെ കുടുംബശ്രീയിലാണല്ലോ. പിറവത്ത് എങ്ങനെ അറിഞ്ഞു? പിറവത്തെ കുടുംബശ്രീയിൽ വരെ ഭവാനിയമ്മയുടെ പേരെത്തി. ആണോ? പിന്നല്ലാതെ. ഞാൻ അറിഞ്ഞില്ലല്ലോ വിവരം. ഭവാനിയമ്മയെ കുറിച്ച് പറയുമ്പോ 100 നാവാ. ആണോ? പിന്നെ അയ്യോ, അപ്പൊ ഇവിടെ ഉള്ളവർക്കും കൂടി നമുക്ക് അങ്ങനെ. ഞാനില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അതെ, ഭവാനിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ പ്രസിഡന്റ് ആക്കാന്നാ ഞങ്ങള് വിചാരിച്ചേ. എന്തായിരുന്നു പറഞ്ഞേ? പ്രസിഡന്റ് ആക്കാന്നാ ഞങ്ങൾ വിചാരിച്ചേ. പ്രസിഡന്റ് എന്നെ? அம்மா, பிரசிடென்ட்னா பெரிய பதவி அம்மா. நீங்க ஆகுங்கம்மா. അതൊന്നും വേണ്ടെന്നേ. ഭവാനിയമ്മയ്ക്ക് പ്രസിഡന്റ് ആവാനുള്ള എല്ലാ യോഗ്യതയും കഴിവുണ്ട് അല്ലേ? ആ, ഉണ്ട്. അല്ല, യോഗ്യതയും കഴിവൊക്കെ ഉണ്ട്, എന്നാലും വേണ്ടെന്നേ. എന്നാ പിന്നെ നമുക്ക് വേറെ ആളെ നോക്കാം സൗദാമിനി. അയ്യോ, അങ്ങനെ അങ്ങ് പോവല്ലേ? അങ്ങനെ അങ്ങ് പോയാലോ? നമുക്കൊന്ന് ആലോചിക്കാം. എന്നെ പ്രസിഡന്റ് ആക്കുമെന്ന് ഉറപ്പല്ലേ? അത് പിന്നെന്താ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ പിന്നെ ചുമ്മാ പറയോ? നീ ചുമ്മാതെ പറയും. നിന്നെ എനിക്ക് വിശ്വാസമല്ല. സൗദാമിനി പറഞ്ഞാട്ടെ. ഉള്ളതാ ഭവാനിയമ്മ, പ്രസിഡന്റ് ആക്കും. എന്നാ പിന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിക്കോ. പക്ഷെ ഒരു കാര്യം, എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ട് എന്നെ തെരഞ്ഞെടുക്കണം. സമ്മതമാണല്ലോ? സമ്മതം, 100% സമ്മതം. ഭവാനിയമ്മയുടെ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. എന്നാ പിന്നെ ഉറപ്പ്. നിങ്ങൾ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. എനിക്ക് പടവലത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം. എന്നാ പിന്നെ പ്രസിഡന്റ്, ഞങ്ങള് പോയിട്ട് വരാം. എന്തു വിളിച്ച്? പ്രസിഡന്റ്. എന്നാ പിന്നെ ശരി, പോയിട്ട് വന്നാ. ശരി കേട്ടോ, അവര് പറഞ്ഞേച്ചു പോയത് കേട്ടോ. എനിക്ക് ഈ വീട്ടിലേ ഉള്ളു വിലയില്ലാത്തത്. നാട്ടിലെനിക്ക് ഭയങ്കര വിലയാ. വീട്ടിലെ സ്വഭാവം നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. பாரு, அப்படியெல்லாம் சொல்லக்கூடாது. பிரசிடென்ட் கிட்ட. പ്രസിഡന്റ് ആയിട്ടില്ലല്ലോ ആന്റി. പ്രസിഡന്റ് ആവും.